ഭർത്താവുമായി അകന്ന് വർഷങ്ങൾ രണ്ടായെങ്കിലും തമ്മിൽ പിരിഞ്ഞെന്ന കോടതി കടലാസ് കയ്യിൽ കെട്ടിയപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഇനി വേണം മനസ്സമാധാനത്തോടെ ഗോകർണത്തിലേക്ക് പോകാൻ. സാക്ഷികളോടുകൂടി ഒപ്പിട്ട് കൂട്ടിക്കെട്ടിയ വിവാഹം ഒരു ധാരണാപത്രമാണ്. ആയതുകൊണ്ട് മോചനവും അങ്ങനെ തന്നെ ആകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുടുംബ കോടതി കയറിയിറങ്ങി നിയമപരമായി തന്നെ ഞാൻ ആ കെട്ടഴിച്ചത്. ഇനിയെന്താ നിന്റെ പ്ലാൻ? കാര്യം അറിഞ്ഞപ്പോൾ കൂടെ താമസിക്കുന്ന കൂട്ടുകാരിയായ ശാലിനി എന്നോട് ചോദിച്ചു. എങ്ങോട്ടെന്നില്ലാതെ തനിയെ ഒരു യാത്ര പോകണമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഗോകർണത്തിലേക്കായിരിക്കും. ഞാൻ പതിയെ മൂളി. ഒരു ബന്ധനങ്ങളുമില്ലാതെ വേണം അങ്ങോട്ടേക്ക് യാത്ര തിരിക്കണമെന്നത് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നും പറഞ്ഞ് ശാലിനി അടുക്കളയിലേക്ക് പോയി. 4 വർഷങ്ങൾ മാത്രം ആയുസുണ്ടായിരുന്ന ഒരു ദാമ്പത്യത്തിൽ നിന്നാണ് എനിക്കിപ്പോൾ മോചനം കിട്ടിയിരിക്കുന്നത്. എന്തായിരുന്നു പിരിയാനുണ്ടായിരുന്ന കാരണമെന്ന് ചോദിച്ചാൽ, 3ാമത്തെ വിവാഹ വാർഷിക ദിനത്തിലേക്ക് പോകേണ്ടി വരും. അന്ന് ഞങ്ങൾ ചിരിച്ചുകൊണ്ട് കേക്ക് മുറിച്ചു. തെളിയിച്ച 3 മെഴുകുതിരി ഊതിക്കെടുത്തുമ്പോൾ ഗോകർണത്തിലേക്കൊരു യാത്ര പോയാലോ എന്ന് ഞാൻ ഭർത്താവിനോട് ചോദിച്ചു. പോകാമെന്ന് പറഞ്ഞ് എൻ്റെ നാക്കിലേക്ക് അയാൾ മധുരവും തൊട്ടു തന്നു. ജീവിതം ത്രിമധുരത്തിൽ അലിഞ്ഞതുപോലെ ആദ്യ രാത്രിയിലെ അതേ ആവേശത്തോടെ ഞങ്ങളന്ന് പരസ്പരം വിയർത്തിരുന്നു. പിറ്റേന്ന് കാലത്തൊരു പുതപ്പിനുള്ളിൽ നഗ്നരായി 2 പേരും ഉണർന്നപ്പോൾ ഗോകർണത്തിലേക്ക് എന്നാണ് പോകുന്നതെന്ന് ഞാൻ വീണ്ടും ചോദിക്കുകയായിരുന്നു. അപ്പോഴും പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഭർത്താവ് എഴുന്നേറ്റു. ജോലി തിരക്കുകളിലെ ഒഴിവുകേടുകൾ പറഞ്ഞ് ആ യാത്ര നീണ്ടു പോയി. എൻ്റെ ആ സ്വപ്നം ഒരിക്കലും നടക്കാൻ പോകില്ലെന്ന് പതിയെ ഞാൻ അറിയുകയായിരുന്നു. ഒരു കുഞ്ഞാഗ്രഹം പോലും സാധിച്ചു തരാത്ത നിങ്ങളൊക്കെ എന്ത് ഭർത്താവാണെന്ന് ഞാൻ ഒരിക്കൽ അയാളോട് ചോദിച്ചു. 3.5 വർഷമായിട്ട് ഒരു കുഞ്ഞിന് പെറാൻ പറ്റാത്ത നീയൊക്കെ എന്ത് ഭാര്യയാണെന്ന് അയാളും ചോദിച്ചു. കേട്ടപ്പോൾ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. വിവാഹം കഴിഞ്ഞുള്ള വർഷത്തിൻ്റെ അവസാനത്തിൽ ഞാൻ ഗർഭിണിയായതായിരുന്നു. പിന്നീടുള്ള 6ാം മാസത്തിൽ അത് അലസിപ്പോവുകയും ചെയ്തു. വീർക്കു മുമ്പ് ഒഴിഞ്ഞുപോയ വയറും പിടിച്ച് ഞാനൊരു കുഞ്ഞിനെ പോലെ കരഞ്ഞു. അന്ന് കയ്യിൽ പിടിച്ച് ആശ്വസിപ്പിച്ച ഭർത്താവിൻ്റെ വായിൽ നിന്ന് തന്നെ കുഞ്ഞെന്ന വാക്ക് കേൾക്കുമ്പോൾ എങ്ങനെ ഞാൻ ഇല്ലാതെയായി പോകാതിരിക്കും? മാനസികമായുള്ള പൊരുത്തക്കേടുകൾ അന്ന് തൊട്ട് തുടങ്ങി. പരസ്പരം മിണ്ടാതെയായി. ആരാണ് ആദ്യം കൂടുകയെന്ന വാശിയായി. തെറ്റെൻ്റെ ഭാഗത്തല്ല എന്ന ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. തുടർന്നു പോകാൻ പറ്റില്ലെന്ന് കണ്ടപ്പോൾ എൻ്റെ കുടുംബത്തെ വിവരം അറിയിച്ചതാണ്. അതുപോലെ ഒരു തങ്കപ്പെട്ട ചെറുക്കനെ നിനക്ക് തപസ്സിരുന്നാൽ കിട്ടില്ലെന്ന് പറഞ്ഞ് അവർ എന്നെ അവഗണിച്ചു. ഞങ്ങളുടെ 4ാം വിവാഹ വാർഷികത്തിന് ഒരാഴ്ച മുമ്പ് കൂട്ടുകാരികളോടൊപ്പം ഗോകർണത്തിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട എന്ന് ഭർത്താവ് പറഞ്ഞു. ആരും വേണ്ട എന്ന തീരുമാനത്തോടെ അന്ന് ഞാൻ ശാലിനിയുടെ ഫ്ലാറ്റിലേക്ക് ഇറങ്ങിപ്പോരുകയായിരുന്നു. അവൾ എനിക്കൊരു ജോലി സംഘടിപ്പിച്ചു തന്നു. വിവാഹമോചനം നേടണമെന്നും തുടർന്ന് ഗോകർണത്തിലേക്ക് പോകണമെന്നും അങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടാണ് കർണാടകയുടെയും ഗോവയുടെയും ഇടയിലുള്ള ഗോകർണം എന്ന ആ കടൽ തീരത്തേക്ക് പോകാൻ ഞാൻ വെമ്പി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. ഇന്ന കാരണം കൊണ്ടെന്ന് കൃത്യമായി പറയാൻ പറ്റാത്ത എത്രയെത്ര മാനസിക താല്പര്യങ്ങളുണ്ടാകും ഒരു മനുഷ്യനിൽ. അതുപോലെ ഒന്നായിരുന്നു കേട്ടറിവിൽ ബഹളങ്ങൾ തീരെ കുറഞ്ഞ ആ സഞ്ചാരകേന്ദ്രം എൻ്റെ ഉള്ളിൽ. ഭർത്താവിൻ്റെ തോൾ ചാഞ്ഞ് നടക്കാൻ കുതിച്ച ആ തീരം തേടി ഞാൻ പുറപ്പെട്ടു. മംഗലാപുരത്ത് നിന്ന് ഷിമോഗയിലേക്കും അവിടെ നിന്ന് ഗോകർണത്തിലേക്കും ഓർമ്മകളുടെ വടംവലിയിൽ ഞാൻ ചലിക്കുകയാണ്. സ്വതന്ത്രയായി ദൂരം പിന്നിടുമ്പോഴെല്ലാം സുരക്ഷിതമാണോ എന്ന ഭയം എന്നിലുണ്ടായിരുന്നു. മുൻകൂർ ബുക്ക് ചെയ്ത ഗോകർണത്തിലെ റിസോർട്ടിലേക്ക് എത്തുമ്പോഴേക്കും രാത്രിയായി. ക്ഷീണം കൊണ്ട് കുളിക്കുക പോലും ചെയ്യാതെ ബെഡിലേക്ക് വീണുറങ്ങി. ഉറക്കത്തിലൊരു തണുത്ത തിരവന്ന് കാലിൽ തൊടുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. അതിൻ്റെ നിർവൃതിയിൽ ഉണരുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചിരുന്നു. റിസോർട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ പുറത്തേക്കിറങ്ങി. ഇടയിൽ കണ്ട വഴിയോര കച്ചവടക്കാരിൽ നിന്ന് വട്ടത്തിലുള്ള തൊപ്പിയും ചതുരത്തിലുള്ള കറുത്ത കണ്ണടയും വാങ്ങി. ആര് കണ്ടാലും ആകുലതകൾ തീരെയില്ലാത്ത സഞ്ചാരിയായി ഞാൻ മാറുകയായിരുന്നു. പാറക്കെട്ടുകളിൽ തല്ലിച്ചിതറുന്ന തിരകളെ കണ്ട് ഞാൻ ആ കുത്തനെയുള്ള പടികളിറങ്ങി. ആ നേരം മനസ്സൊരു കടലാവുകയായിരുന്നു. ഇട്ടിരിക്കുന്ന ക്യാൻവാസ് ഷൂ ഊരിപ്പിടിച്ച് നഗ്നമായ പാദങ്ങളോടെ നടക്കണമെന്ന് എനിക്ക് തോന്നി. ഒരു വിദേശകുട്ടി അവൻ്റെ തലയോളം വലിപ്പമുള്ള ബോളുമായി അരികിൽ വന്നപ്പോൾ കൂടെ കൂടാനും മടിച്ചില്ല. കിതച്ച് തളർന്നപ്പോൾ രാവിലെ കണ്ട സ്വപ്നം ഞാൻ ഓർത്തുപോയി. കാലിൽ തിര തൊടാൻ പാകത്തിൽ എനിക്ക് ആ പൂഴിമണലിൽ ഇരിക്കാൻ തോന്നുന്നത് അങ്ങനെയാണ്. എത്ര നേരം ആ കടൽപ്പരപ്പിൽ നോക്കി അങ്ങനെ ഇരുന്നുവെന്ന് എനിക്കറിയില്ല. ആഗ്രഹം പോലെ ഭർത്താവ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ എത്ര സന്തോഷകരമാകുമായിരുന്നു എൻ്റെ ജീവിതം. പരസ്പരം വാശിയും അകൽച്ചയും ഉണ്ടാകില്ലായിരുന്നു. പിരിഞ്ഞത് അബദ്ധമായി പോയെന്ന് ചിന്തിച്ച നേരം കൂടിയായിരുന്നു അത്.
തീരെ സാധ്യതയില്ലെങ്കിലും ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് ഭർത്താവായിരുന്ന മനുഷ്യൻ ഒരു നാൾ മുന്നിൽ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, സ്വീകരിക്കും. എന്തിനാണ് എന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ച് വാരിപ്പുണരും. പിരിഞ്ഞവർ തമ്മിൽ വീണ്ടും ചേർന്നാൽ അറിയുന്നവരെല്ലാം പരിഹസിക്കുമായിരിക്കും. നിനക്കൊക്കെ എന്തിൻ്റെ കേടാണെന്ന് ശാലിനിയും ചോദിക്കുമായിരിക്കും. സാരമില്ല, തീർച്ചയായും സ്വീകരിക്കുക തന്നെ ചെയ്യും. കാണുന്നവർക്കല്ലല്ലോ ഒറ്റപ്പെടലിൻ്റെ വേൽ കൊള്ളുന്നതും പൊള്ളുന്നതും എൻ്റെ ജീവനിലാണല്ലോ. കണക്കില്ലാത്ത കുഞ്ഞുങ്ങളെ പെറ്റുകൂട്ടി അലറുന്ന കടലമ്മയോട് എനിക്ക് അസൂയ തോന്നി. കുഞ്ഞുങ്ങളില്ലെങ്കിലും ഉള്ളിൽ തിരയിളക്കുന്ന ഞാനും ഒരു കടലാണെന്ന് എനിക്ക് ആ നേരം അനുഭവപ്പെട്ടു. മുന്നിലെ നീല വിസ്തൃതിയിലേക്ക് നോക്കിക്കൊണ്ട് ഞാനിത് പറയുകയും ചെയ്തു. സൂര്യൻ്റെ സ്ഥാനം മാറി ഉച്ചിയിൽ വേൽ വീണപ്പോൾ എഴുന്നേൽക്കണമെന്ന് തോന്നി. അതിന് തുനിയും മുന്നേ എനിക്ക് മാത്രം കൊള്ളാൻ പാകം വട്ടത്തിലൊരു തണൽ തെളിയുകയാണ്. ഞാൻ മേലോട്ട് നോക്കി. ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് ഒരാൾ എന്നോട് വിതുമ്പുന്നു. അയാൾക്ക് എൻ്റെ ഭർത്താവിൻ്റെ മുഖമാണെന്ന് കണ്ടപ്പോൾ എത്രയോ തവണകളിലായി ഇമകൾ ചിമ്മുകയായിരുന്നു. തോന്നലാണെന്ന് കരുതി ആസനത്തിലെ മണലും തട്ടി ഞാൻ എഴുന്നേറ്റ് നടന്നു. അല്ല, തോന്നലല്ല, എൻ്റെ ഭർത്താവ് തന്നെ. ദേഷ്യപ്പെടണോ, സങ്കടപ്പെടണോ, സന്തോഷിക്കണമോ എന്ന് അറിയാതെ ഹൃദയം വെപ്രാളപ്പെട്ടു. യാതൊന്നും പറയാനാകാതെ ഞാൻ ധൃതിയിൽ നടന്നു. വലിയൊരു കുടയും പിടിച്ച് അയാളും ഒപ്പം നടക്കുകയാണ്. നിമിഷങ്ങൾക്ക് മുമ്പ് വരെ അനുഭവിച്ച ഒറ്റപ്പെടലിൻ്റെ കൊടുംദുഃഖം ഓർത്തപ്പോൾ പുറത്തെന്ന പോലെ കണ്ണുകളുടെ അകത്തും തിരയിളക്കം രൂപപ്പെട്ടു. അത് കവിളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. വെയിലും കടലും ഒരുപോലെ എന്നെ വിഴുങ്ങാൻ തയ്യാറാകുന്നത് പോലെ. വീണു പോകുമെന്ന് തോന്നിയപ്പോൾ മോചനത്തിൻ്റെ കോടതി കടലാസിനെ കടൽക്കാറ്റിൽ പറത്തി കൂടെ നടന്ന ആ നിഴലിലേക്ക് പതിയെ ഞാൻ ചേരുകയായിരുന്നു. ആ തണൽ പിടിച്ച തോളിൽ ചായുകയായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.